ചെക്ക് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ഹാബിറ്റ്. ഞാൻ ഈ പറയാൻ പോകുന്ന 3 മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ നിങ്ങളുടെ വെയിറ്റ് കുറയാതിരിക്കാനുള്ള ഒരു കാരണം. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചായ, ബിസ്ക്കറ്റ്, റസ്ക്, ബ്രെഡ് ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഷുഗർ സ്പൈക്ക് വരാനും ഇൻസുലിൻ വളരെ ഹൈ ആകാനും മെറ്റബോളിസം വളരെ കുറയാനും സഹായിക്കുന്നുണ്ട്. അതുമൂലം നിങ്ങൾക്ക് വെയിറ്റ് കുറയില്ല, ബട്ട് വെയിറ്റ് വളരെയധികം കൂടുന്നുണ്ട്. നമ്പർ 2 മിസ്റ്റേക്ക്, ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ പ്രോട്ടീൻ എടുക്കുന്നേ ഇല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പുട്ട് പഴം എന്നുള്ള കോമ്പിനേഷൻ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. പകരം നിങ്ങൾ പുട്ട്, എഗ് കറി, ചിക്കൻ കറി, ഫിഷ് കറി ഇങ്ങനെയുള്ള പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക. പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫാറ്റ് ലോസ് നടക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. 3ാമത്തെ മിസ്റ്റേക്ക് ആണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റേ സ്കിപ്പ് ചെയ്യുക. ഇപ്പൊ വർക്കിംഗ് വുമൺസ് ഒക്കെ ആണെങ്കിൽ അധികവും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് ഒരു 11-12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വിശപ്പ് വരികയും നല്ല രീതിയിൽ ഹെവി മീൽ ഉച്ചയ്ക്ക് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ മിസ്റ്റേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റി നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് താനെ വന്നു തുടങ്ങും. ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ റെഡി ആക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് മിസ്റ്റേക്ക് വരുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള മിസ്റ്റേക്ക് ഒക്കെ നിങ്ങൾക്ക് തിരുത്തി തന്നുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് തന്നുകൊണ്ട് മോട്ടിവേഷനും സപ്പോർട്ടും ഒക്കെ തന്നുകൊണ്ട് നമ്മുടെ നെക്സ്റ്റ് ബാച്ച് 26-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. PCOD ഉണ്ടെങ്കിലും തൈറോയ്ഡ് ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടിപൊളി റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 30 ഡേയ്സിന്റെ ചലഞ്ച് ആണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ മാറ്റി നല്ല നല്ല റിസൾട്ടുകൾ നേടിയെടുക്കുക കേട്ടോ. അപ്പൊ പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്തോളൂ. ഓക്കെ.